എന്തെങ്കിലും തരത്തിൽ CPM-ന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ ചെയ്തതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഐക്യത്തെയോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ലഭിച്ച ശോഭയെയോ കെടുത്താൻ സാധിക്കില്ല. ഈ മുഹമ്മദ് അതിനുശേഷം അവരുടെ തന്നെ ഗ്രൂപ്പുകളിലിട്ട ആ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ പാർട്ടിക്കകത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പിസമാണ്. അതിൽ വ്യക്തമായി പറയുന്നു, സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച പലരും ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ പക്ഷെ ചെയ്തത് നമുക്ക് എതിരാളികളായ പാർട്ടിയിൽ അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വന്തം കണ്ണിലെ മരക്കഷ്ണം നീക്കം ചെയ്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നീക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും കരണീയമായത് എന്നാണ് ഇത്തരണത്തിൽ CPM-ന്റെ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കാൻ. അല്ല, അത് അവർ ഉത്തരം പറയണം. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. സംസ്ഥാനത്ത് പലയിടത്തും ഇങ്ങനെ ബോർഡുകൾ വന്നിട്ടുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടി സാറിന്റെ ബോർഡ് കീറിയപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി, കോൺഗ്രസ്സുകാരായവർ ആരും ഇത് ചെയ്യില്ല എന്ന്. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. സംസ്ഥാനത്തുടനീളം CPM ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാതെ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ, അതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷൈന മുഹമ്മദിന്റെ ഭർത്താവ്, അത്രയും ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അറിയാതെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിന്റെ പാർട്ടിയുടെ നേതൃത്വം ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കും. അങ്ങനെ ആ വോയിസിൽ പറയുന്നില്ല. അത് നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. അദ്ദേഹം അവരുടെ ഗ്രൂപ്പിൽ പറയുന്നത് നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും എതിർപ്പുള്ള ശത്രുപക്ഷത്തുള്ള പാർട്ടിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഞാനതാ പറഞ്ഞത്, ഇത് പാർട്ടി അധികാരത്തിൽ വരണമെന്ന് UDF വരണമെന്ന് നല്ല CPM-കാർ ആഗ്രഹിച്ചിരുന്നു. അവര് തെരഞ്ഞെടുപ്പിന് മുൻപ് വെച്ചു. ഇത് പാർട്ടിയെ തകർക്കണം എന്നുള്ളവരാണ്, അതുകൊണ്ടാണ് ശേഷം വെക്കുന്നത്. മുന്നു വെച്ച നല്ല CPM-കാരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവരേതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം CPM-ന്റെ സഹയാത്രികർ, ഇടതുപക്ഷ സഹയാത്രികർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവരതിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രല്ല, ആ വോയിസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ വോയിസിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് വാടാനപ്പള്ളിയിലെ CPM-ന്റെ ഗ്രൂപ്പാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോ ആ ഗ്രൂപ്പിൽ പറയുന്നു, ഇതിൽ പലരും ഉണ്ട്, പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തത് പാർട്ടിയെ ശത്രുപക്ഷത്തുള്ള പാർട്ടിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇത്രയും പരസ്യമായി ഈ ഗ്രൂപ്പിലൂടെ പറയണം എന്നുണ്ടെങ്കിൽ CPM-ന്റെ പാർട്ടി നേതാക്കന്മാരുടെ ഗ്രൂപ്പാണ്, അതിൽ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അറിയാതെ പറയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ അതിൽ നേതൃത്വമാണ് ആ നിലപാട് വ്യക്തമാക്കേണ്ടത്. അല്ലാതെ കണ്ട് CPM-ന്റെ ഒരു ഗ്രൂപ്പിൽ പരസ്യമായി അങ്ങനെ പറയാൻ ആർക്കാണ് ധൈര്യം വരിക? അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആ ഗ്രൂപ്പിൽ പറയണമായിരുന്നു, ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്, അങ്ങനെ ഒന്നും പറഞ്ഞു. ഏതാ? അല്ല, നമ്മളിപ്പോ വാടാനപ്പള്ളി ബോർഡിന്റെ കാര്യമാണ്, അതല്ലേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്
പാർട്ടിക്ക് കിട്ടിയ 102ന്റെ ശോഭ കെടുത്താണ്. ബഹുമാനനായ ഉമ്മൻചാണ്ടി സാറിന്റെ ദീപ്തസ്മരണ ഇല്ലാതാണ്. ഇത് രണ്ടും കേരളത്തിൽ നടപ്പാവുന്ന കാര്യമല്ല. ജനങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒപ്പം. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു പ്രത്യേകതയോ ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഹൈക്കമാൻഡ് ഞങ്ങളുടെ നേതൃത്വം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും CPM-ന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം. ഞാന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ബോർഡുകളൊക്കെ നീക്കം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അതും ഇങ്ങനെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നു വരും. അല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും.